ദൈവത്തിന് സ്തുതി. ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന 9-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വചനങ്ങൾ. ബലിപീഠത്തിനരികെ കർത്താവ് നിൽക്കുന്നത് ഞാൻ കണ്ടു. അവിടുന്ന് അരുളി ചെയ്തു, ഭൂമുഖം കുലുങ്ങുമാറ് പോതികയെ ഊക്കോടെ അടിക്കുക, എല്ലാവരുടെയും തലയിൽ അത് തകർന്നു വീഴട്ടെ. അവശേഷിക്കുന്നവരെ ഞാൻ വാളിനിരയാക്കും. ഒരുവനും ഓടി ഒളിക്കാനാവുകയില്ല, ഒരുവനും രക്ഷപ്പെടാനും സാധിക്കില്ല. അവർ പാതാളത്തിലേക്ക് തുരന്നിറങ്ങിയാലും ഞാൻ അവരെ പിടിക്കും. ആകാശത്തിലേക്ക് അവർ കയറിപ്പോയാലും അവിടെ നിന്നു ഞാൻ അവരെ വലിച്ച് താഴെ ഇറക്കും. കാർമൽ ശൃംഗത്തിൽ ഒളിച്ചാലും അവിടെ നിന്ന് ഞാൻ അവരെ തിരഞ്ഞു പിടിക്കും. എൻ്റെ കണ്ണിൽ പെടാത്ത വിധം ആഴിയുടെ അഗാധത്തിൽ അവർ ഒളിച്ചിരുന്നാലും സർപ്പത്തിന് ഞാൻ കൽപ്പന കൊടുക്കും, അത് അവരെ ദംശിക്കും. ശത്രുക്കൾ അവരെ പ്രവാസികളായി പിടിച്ചുകൊണ്ടുപോയാലും ഖണ്ഡകങ്ങളോടും ഞാൻ ആജ്ഞാപിക്കും, അത് അവരെ വിധിക്കും. അവരുടെ മേൽ ഞാൻ ദൃഷ്ടി പതിക്കും, നന്മയ്ക്കല്ല തിന്മയ്ക്ക്. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് ഈ ഭൂമിയെ സ്പർശിക്കുമ്പോൾ അത് ഉരുകിപ്പോകുന്നു. അതിലെ നിവാസികൾ ആർത്തരായി കേഴുന്നു. അത് മുഴുവൻ നൈൽ പോലെ, അതെ, ഈജിപ്തിലെ നൈൽ പോലെ പതഞ്ഞു പൊങ്ങുകയും താഴുകയും ചെയ്യും. ആകാശങ്ങളിൽ തൻ്റെ ഉന്നത മന്ദിരം തീർക്കുകയും ആകാശങ്ങളിൽ തൻ്റെ ഉന്നത മന്ദിരം തീർക്കുകയും ഭൂമിയുടെ മേൽ കമനം നിർമ്മിക്കുകയും കടൽ ജലത്തെ വിളിച്ച് ഭൂതലത്തിൽ വർഷിക്കുകയും ചെയ്യുന്ന അവിടുത്തെ നാമം കർത്താവ് എന്നാണ്. കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേൽ ജനമേ, നിങ്ങൾ എനിക്ക് എത്യോപ്യക്കാരെ പോലെ അല്ലയോ? ഇസ്രായേൽക്കാരെ ഈജിപ്തിൽ നിന്നും, ഫിലിസ്തരെ ഹഫ്തോറിൽ നിന്നും, സിറിയക്കാരെ കീറിൽ നിന്നും കൊണ്ടുവന്നത് ഞാനല്ലേ? ഇതാ, പാപമംഗലമായ രാജ്യത്തിന്റെ മേൽ ദൈവമായ കർത്താവിന്റെ ദൃഷ്ടി പതിഞ്ഞിരിക്കുന്നു. ഭൂമുഖത്തുനിന്നും ഞാൻ അതിനെ നശിപ്പിക്കും, എന്നാൽ യാക്കോബിന്റെ ഭവനത്തെ പൂർണ്ണമായും നശിപ്പിക്കുകയില്ല. കർത്താവാണ് ഇത് അരുളി ചെയ്യുന്നത്. ജനതകൾക്കിടയിൽ ഇസ്രായേൽ ഭവനത്തെ ഞാൻ അടിച്ചു ചിതറിക്കും. അരിപ്പ കൊണ്ടെന്ന പോലെ അവരെ ഞാൻ അരിക്കും. ഒരു മണൽത്തരി പോലും താഴെ വീഴുകയില്ല. എൻ്റെ ജനത്തിനിടയിലുള്ള പാവികൾ മുഴുവൻ വാളാൽ നിഹനിക്കപ്പെടും. തിന്മ നിങ്ങളെ കീഴടക്കുകയോ എതിർക്കോ പോലുമോ ചെയ്യുകയില്ലെന്ന് അവർ പറഞ്ഞു. ഇസ്രായേലിന്റെ പ്രതീക്ഷ. അന്ന് ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ ഞാൻ ഉയർത്തും. കേടുപാടുകൾ തീർത്ത് വീണ്ടും അതിനെ പഴയ കാലത്തെ പോലെ പണിതുയർത്തും. അപ്പോൾ ഏദോമിൽ അവശേഷിക്കുന്നവരെയും എൻ്റെ നാമത്തിൽ അറിയപ്പെട്ടിരുന്ന ജനതകളെയും അവർ കൈവശമാക്കും. ഇത് ചെയ്യുന്ന കർത്താവാണ് അരുളി ചെയ്യുന്നത്. കർത്താവ് അരുളി ചെയ്യുന്നു, ആ ദിനങ്ങൾ ആസന്നമായി. അന്ന് ഉഴുവുകാരൻ കൊയ്ത്തുകാരനെയും മുന്തിരി മെതിക്കുന്നവൻ വിതക്കാരനെയും പിന്നിലാക്കും. പർവ്വതങ്ങൾ പുതുവീഞ്ഞു പൊഴിക്കും, മലകളിൽ അത് കവിഞ്ഞൊഴുകും. എൻ്റെ ജനമായ ഇസ്രായേലിന്റെ ഐശ്വര്യം ഞാൻ പുനഃസ്ഥാപിക്കും. തകർന്ന നഗരങ്ങൾ പുനരുദ്ധരിച്ച് അവർ അതിൽ വസിക്കും. മുന്തിരി തോപ്പുകൾ നട്ടുപിടിച്ച് അവർ വീഞ്ഞു കുടിക്കും. അവർ തോട്ടങ്ങൾ ഉണ്ടാക്കി ഫലം അനുഭവിക്കും. അവർക്ക് നൽകിയ ദേശത്ത് ഞാൻ അവരെ നട്ടുവളർത്തും. ആരും അവരെ പിഴുതെറിയുകയില്ല. ദൈവമായ കർത്താവാണ് അരുളി ചെയ്യുന്നത്. സ്നേഹമുള്ളവരെ, 9 അധ്യായങ്ങളും ആമോസിൽ നിന്നുള്ളത് നമ്മൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. സാധിക്കുന്ന രീതിയിൽ
ബൈബിളിലെ ഏതെങ്കിലും ഒരു അധ്യായം നിങ്ങളെടുത്ത് കേൾക്കണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഇസ്രായേൽ ജനതയ്ക്ക് ഒരു പുതുജീവൻ നൽകുന്നതായിട്ടാണല്ലോ ആമോസ് പ്രവാചകൻ അവസാനമായി പറയുന്നത്. ഒരു പുതിയ ചൈതന്യം ഞങ്ങളിൽ നിറയ്ക്കണമേ. ഒരു പുതുജീവൻ ഞങ്ങൾക്ക് നൽകണമേ. അങ്ങയെ ആശ്രയിച്ച് ജീവിക്കാൻ ഇസ്രായേൽ ജനതയെ അങ്ങ് സഹായിച്ചതുപോലെ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. സത്യത്തിൻ്റെയും നീതിയുടേതുമായ പാതകളിൽ ഞങ്ങളെ ചലിപ്പിക്കണമേ. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ ശാഖകളുമാണെന്ന് അരുളി ചെയ്ത ആ യേശുവിൻ്റെ വചനങ്ങൾ എത്രയോ അർത്ഥവത്തായിട്ടാണ് ആമോസ് പ്രവാചകൻ ദൈവവുമായിട്ട്, യഹോവയുമായിട്ട്, അദുനായുമായിട്ട് ബന്ധപ്പെടുത്തി ഞങ്ങളോട് സംസാരിക്കുന്നത്. ആട്ടിടയനായ, മരം വെട്ടുകാരനായ ആ വ്യക്തിയെ ദൈവമേ നീ അങ്ങ് തിരഞ്ഞെടുത്തല്ലോ. പാപികളും രോഗികളും ആയിട്ടുള്ള ഓരോരുത്തരെയും കർത്താവെ അങ്ങയുടെ മുന്തിരിത്തോപ്പിലേക്ക് വിളിക്കുന്നതിന് നന്ദി പറയുന്നു. കർത്താവെ, അങ്ങയുടെ മുന്തിരിത്തോപ്പിലേക്ക് ധാരാളം പ്രേക്ഷിതരെ, ധാരാളം ആടുകളെ അയക്കണമേ. ദൈവത്തിന്റെ നാമത്തിൽ അവരെ സേവനം ചെയ്യട്ടെ. അതിനുവേണ്ടി ബുദ്ധിമുട്ടുന്ന, മിഷൻ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. അതിനുവേണ്ട അനുഗ്രഹം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. ആമേൻ. സ്നേഹമുള്ളവരെ, നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം. 9 അധ്യായവും ഞാൻ ചെയ്തു കഴിഞ്ഞു. അടുത്ത പ്രവചന ഗ്രന്ഥങ്ങൾ ഞാൻ ഉടനെ തുടങ്ങും. ദൈവമേ നന്ദി. എൻ്റെ പേര് ഫാദർ സണ്ണി പുൽപ്പറമ്പിൽ CMI.